സംസ്ഥാനത്ത് ചൂട് കടക്കുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് പാലക്കാട് ജില്ലയിലാണ്. കൂടാതെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകി. ഈ മാസം 26 വരെ ചൂട് തുടരും. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേരുന്നുണ്ട്. അഖിൽ, സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ചൂട് വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത്. വിശദാംശങ്ങൾ. അതിര മീനച്ചൂടിൽ നിന്നും മേടത്തിലേക്ക് കടക്കുമ്പോൾ എന്തായാലും സംസ്ഥാനത്ത് മേടം 10 വരെ മഴ ലഭിക്കേണ്ട ഒരു സാഹചര്യമാണ് പൊതുവെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അതിനും വിപരീതമായിട്ടാണ് ഇപ്പോൾ വലിയ ചൂട് സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ താപനില അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. 40 ഡിഗ്രിയിലാണ് പാലക്കാടിലെ ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ അത് 38ആയിട്ടും പത്തനംതിട്ട, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രിയിലുമാണ് ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാസം 26 വരെ, അതായത് തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം 26 വരെ ചൂടും അതുപോലെ തന്നെ ഉണ്ടാകുമെന്നതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്നും നാളെയും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ തന്നെ മഴ ലഭിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കാരണം നാളെ ചിത്രാ പൗർണമിയാണ്, മേടം 10ആണ്. അപ്പോൾ ആ സാഹചര്യത്തിലുള്ള ഒരു മഴ ലഭിക്കാനുള്ള സാധ്യതയും കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിലയിരുത്തുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് അതീവ ചൂട് വർദ്ധിക്കുന്നുണ്ട്. പൊതു നിരത്തും പൊതു അന്തരീക്ഷവും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ചൂടായി മാറുന്ന ഒരു സാഹചര്യവും കൂടി നിലനിൽക്കുന്നുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിര എന്തായാലും ഒറ്റപ്പെട്ട മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. കാരണം അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്നലെയും ഒക്കെ ഉണ്ടായ ഒരു ശക്തമായ കാറ്റാണ് അതിന് പ്രധാനമായി കാരണമായി പറയുന്നത്. ചില ഇലക്ട്രിക് പോസ്റ്റുകൾ അതുപോലെ തന്നെ വൻ മരങ്ങളൊക്കെ തന്നെ കടപുഴി വീഴാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ജാഗ്രത കൂടി പാലിക്കണം എന്നൊരു നിർദ്ദേശം കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വെക്കുന്നു. എന്തായാലും സംസ്ഥാനം അതീവ ചൂടിലേക്ക് കടന്നിരിക്കുന്നു. പാലക്കാട് ജില്ലയാണ് 40 ഡിഗ്രിയിലെ ചൂട് ഇന്ന് സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന താപനിലയായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിര അഖിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ളൊരു ചൂടാണ് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം, ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുൻകരുതൽ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടോ? അതിന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവുമായി നമുക്ക് അറിയാൻ സാധിക്കുന്നത് അവരുടെ സൈറ്റിൽ വരുന്നതൊക്കെ തന്നെ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് ഒരു 3 മണി വരെയുള്ള പുറം ജോലികളിൽ ഏർപ്പെടുന്ന ജീവനക്കാർ, അതായത് പുറത്തിറങ്ങി പണിയെടുക്കുന്ന ജീവനക്കാരൊക്കെ കുറച്ചുകൂടി തന്നെ കരുതലോടെ പണിസ്ഥലത്തേക്ക് നിൽക്കണം, അല്ലെങ്കിൽ കരുതലോടെ ഉണ്ടാകണം എന്നതാണ് അവർ നിർദ്ദേശമായി വെക്കുന്നത്. കാരണം ഇത്രമാത്രം താപനില ഉയർന്ന രീതിയിൽ സൂര്യാഘാതം അടക്കമുള്ളവ ഏൽക്കാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ പുറത്ത് ഇറങ്ങി പണിയെടുക്കുന്ന സാധാരണക്കാരായ ജീവനക്കാർ, അല്ലെങ്കിൽ സാധാരണ തൊഴിലെടുക്കുന്ന സാധാരണക്കാരായ തന്നെ അതീവ സുരക്ഷ അല്ലെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കണം എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. കാരണം പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത് 40 ഡിഗ്രിയാണ്. മറ്റു ചില ജില്ലകളിൽ 38 ആകുന്നുണ്ട്, 37 ആകുന്നുണ്ട്. അങ്ങനെ പല ജില്ലകളിലും പല തരത്തിലുള്ള താപനിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ സാഹചര്യം കൂടി മുൻനിർത്തിയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നിർദ്ദേശം വെക്കുന്നത്. എന്തായാലും രാവിലെ ഉള്ള ചില ജോലികളിലൊക്കെ തന്നെ ഇളവ് നൽകിയിട്ടുണ്ട്. അതായത് പുറത്ത് പണിയെടുക്കുന്നവരുടെയൊക്കെ തന്നെ കാര്യത്തിൽ കുറച്ച് നിയന്ത്രണം വേണമെന്ന് പല ഡിപ്പാർട്ട്മെന്റുകളോടും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അതിര ശരി, സംസ്ഥാനത്ത് ചൂട് കടക്കുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത് പാലക്കാട് ജില്ലയിലാണ്. കൂടാതെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മാസം 26 വരെ ചൂട് തുടരും. വിവരങ്ങൾ നൽകുകയായിരുന്നു അഖിൽ പാലോട്ടുമടം.